തമ്പി സാർ, ഈ എനിക്ക് തോന്നുന്നു രാഹുൽ ഇതിനു മുൻപ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഇതാദ്യമായി ഈ ആരോപണം ഉന്നയിച്ച ആളുകളുടെ മാത്രമല്ല, അല്ലെങ്കിൽ അതിജീവിതകളുടെ മാത്രമല്ല, ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകളുടെ അവരുടെ കൂടി സ്വകാര്യത മാനിക്കണമെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി കോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ്. അത് തന്നെയാണോ കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളുടെ യഥാർത്ഥ അർത്ഥം? അതായത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ സംവാദത്തിന്റെ ഭാഗമാക്കുകയോ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്നുമാണോ കോടതി ഉദ്ദേശിച്ചത്? കോടതി അത്തരത്തിലൊരു ഒബ്സർവേഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം സാധാരണയായി പറയാത്തൊരു വസ്തുതയാണത് എന്നുള്ളതും കറക്റ്റാണ്. പക്ഷെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പോൾ കുറെ സിനിമാ പ്രവർത്തകർക്കെതിരെ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളെ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങളുമായി ഒരു സാഹചര്യത്തിലും കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന അജീവിതകൾ, ഇപ്പോൾ കുറെ രാഹുൽ ഈശ്വരുടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ കുറേയേറെ ആളുകൾ സിനിമാ പ്രവർത്തകർക്കെതിരെ പരാതി വന്നിട്ടുണ്ട്, എഫ്ഐആർ എടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അതെല്ലാം അവരൊന്നും തന്നെ ഹേമ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തവരല്ല എന്നുള്ളതാണ് ഏറ്റവും ഒറ്റയാൾ പോലും. ഇപ്പോൾ അതിജീവിതവരായി വന്നിട്ടുള്ള മുകേഷിനെതിരെ ആയാലും ശരി, രഞ്ജിത്തിനെതിരെ ആയാലും ശരി, അതുപോലെ തന്നെ സിദ്ദിഖിനെതിരെ ആയാലും ശരി, വി കെ പ്രകാശിനെതിരെ ആയാലും ശരി, ഇപ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സംവിധായകരും നടന്മാരും ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ്ഐആർ എടുത്തിരിക്കുന്നവരിലെ സർവൈവേഴ്സ് ആരും തന്നെ ഹേമ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തവരല്ല. അപ്പോൾ അതും ഹേമ കമ്മീഷനിൽ മൊഴി കൊടുക്കുമായി നമ്മൾ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഹേമ കമ്മീഷൻ മുമ്പാകെ ഒട്ടേറെ ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഏതാണ്ട് 49ഓളം ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്നും ആ മൊഴികളിൽ സെക്ഷൽ ഒഫൻസസ് റിവീൽ ചെയ്യുന്ന മൊഴികൾ ഉണ്ട് എന്നും ജസ്റ്റിസ് ഹേമ തന്നെയാണ് ആ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് കേരള ഗവൺമെന്റ് 4 IPS ഓഫീസേഴ്സ് ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് സാഹചര്യത്തിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ സീനിയർ ജഡ്ജിയും ഒരു വനിതാ ജഡ്ജിയും ഉൾപ്പെടുന്ന സ്പെഷ്യൽ ബെഞ്ച് ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സുപ്രധാനമായ വിവരങ്ങൾ ഏതാണ്ട് 21ഓളം ആളുകളുടെ, അല്ലെങ്കിൽ 29ഓളം വനിതാ പ്രവർത്തകരായിട്ടുള്ള സിനിമാ പ്രവർത്തകരുടെ മൊഴികളില് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ മൊഴികളുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അതിൽ 2 കാര്യമാണ് നമ്മൾ കാണേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോക്സോ കേസ് റിവീൽ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് കേസ് സോമോട്ടോ പോലീസിന് കേസെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഗോപീഷ്ണോട് ചോദിച്ചതുപോലെ ആരോപിതരുടെ പേര് ഹൈക്കോടതിക്ക് രഹസ്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സപ്പോസ് ഈ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്ത ഒരു വ്യക്തി, ഒരു അതിജീവിത, ആ അതിജീവിതയെ പോലീസ് ചോദ്യം ചെയ്യുക. പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അവർ ഓൺ ചെയ്യുക, ആ മൊഴി ഓൺ ചെയ്യുക, ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസിന് എഫ്ഐആർ എടുക്കാം. അപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധി അവിടെ വരുന്നില്ല. അപ്പോൾ എഫ്ഐആർ എടുത്താൽ പ്രതിയായി. കാരണം അത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമല്ലേ. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്കെതിരെ ഒരു കേസെടുത്ത് എഫ്ഐആർ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇരയുടെ പേര് മാത്രമേ രഹസ്യമായി വെക്കേണ്ടതുള്ളൂ. അപ്പോൾ ഹൈക്കോടതിയുടെ ഇന്റൻഷൻ എന്താണ്? ഹൈക്കോടതി പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഇന്റൻഷൻ നമ്മൾ ആ ജഡ്ജ്മെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ഗോസിപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വെറുതെ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ അത്തരത്തിലുള്ള പ്രചരണം അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഊഹാപോഹങ്ങളുടെ പേരിൽ എന്തെങ്കിലും ആളുകൾ വരികയാണെങ്കിൽ അവരുടെ പേരുകൾ രഹസ്യമായി വെക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഈ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്ത ഒരു വ്യക്തി തന്നെ, ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ്, ലീഗൽ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് മൊഴി കൊടുത്ത ഒരു വ്യക്തി തന്നെ, അവർ വരിക, നാളെ പരസ്യമായി വന്നിട്ട് അവരുടെ ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്തുകൊണ്ട് അവർ വന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് മൊഴി കൊടുത്തിട്ട് പറഞ്ഞാൽ പോലീസിന് എഫ്ഐആർ ഇടാതിരിക്കാൻ കഴിയുന്നു? അപ്പോൾ ആ കേസിലെ ആരോപിതന്റെ പേര് എത്ര പോലീസ് രഹസ്യമായി വെച്ചാലും അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പേര് പുറത്തു വരില്ലേ? അപ്പോൾ സത്യത്തില് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്റൻഷൻ വളരെ ക്ലിയർ. ഫാൾസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ സിനിമാ രംഗവുമായി, സിനിമാ രംഗം ഗ്ലാമറിന്റെ ലോകമാണ്, അറിയാം. ജനങ്ങൾക്കാകെ ആകാംക്ഷയുള്ള ഒരു മറ്റേത് രംഗത്തും ഈ പ്രവണതകൾ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മീഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ, കാരണം മുഖ്യമന്ത്രി തന്നെ ഈ അടുത്ത് ശരിയായ രീതിയിൽ പറഞ്ഞതുപോലെ സിനിമാ പ്രവർത്തകർ എന്ന് പറയുന്നത്, സിനിമാ നടന്മാരെന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വത്താണ്. ജനങ്ങൾ അവർക്ക് വലിയ സ്നേഹവും വാരിക്കോരി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ജനങ്ങൾക്ക് അവർ തിരിച്ചു കൊടുക്കേണ്ടത് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങളാണ് ജനങ്ങൾക്ക് അവർ തിരിച്ചു കൊടുക്കേണ്ടത്. ആ ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ അവർ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അത് നോക്കുന്നുണ്ട്. തമ്പി സാർ, എനിക്ക് വ്യക്തത വേണ്ട ഒരു കാര്യം ഞാനൊന്ന് ആവർത്തിച്ച് ചോദിച്ചോട്ടെ താങ്കളോട്. അതായത് താങ്കൾ പറഞ്ഞു ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ഈ ചലച്ചിത്ര പ്രവർത്തകർ അവരോട് വീണ്ടും ഈ അന്വേഷണ സംഘം ചെന്ന് നിങ്ങൾ നിങ്ങളുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നു, പക്ഷെ ഞങ്ങളുടെ സ്വകാര്യത മാനിക്കപ്പെടണം എന്ന നിലയിലാണെങ്കിൽ താങ്കൾ പറയുന്നു കേസുമായി മുന്നോട്ട് പോകാം. സാർ, എന്റെ സംശയം പോകാം, പക്ഷേ സാർ എന്റെ സംശയം പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലാണ് ഈ മൊഴികളായി ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ എത്തിയിട്ടുള്ളതെങ്കിൽ വീണ്ടും ആ മൊഴികളുടെ മേൽ അവരുടെ ഒരിക്കൽ കൂടി അവരതിനെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ഒരു സാക്ഷ്യപ്പെടുത്തൽ പോലീസിന് ആവശ്യമുണ്ടോ കേസുമായി മുന്നോട്ട് പോകാൻ? പോക്സോ സ്വഭാവം ഒരാവശ്യമില്ല. പോക്സോ കേസ് ഒരാവശ്യമില്ല. കാരണം പോക്സോ കേസിന്റെ ആക്ടിൽ പറയുന്നത്, ആ ആക്ടില് അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ പോലീസിനെ ഒരു എഫ്ഐആർ എടുക്കേണ്ടി വരും. അതിന് അവർ ഡിസോൺ ചെയ്യോ ഓൺ ചെയ്യോ എന്നുള്ള പ്രശ്നമില്ല. കാരണം മൈനറാണ്. മൈനർക്ക് നമുക്കറിയാം ഒരു കാര്യത്തിലും ഒരു കരാറിൽ ഏർപ്പെടാനോ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഏർപ്പെടാനോ അധികാരമില്ല. പോക്സോ കേസിലാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട. അതിന് അവർ ഓൺ ചെയ്യുന്നോ ഡിസോൺ ചെയ്യുന്നുള്ള പ്രശ്നമല്ല. ഇൻസ്റ്റന്റേനിയസ്ലി അത്തരത്തിലുള്ള ഒരു മൊഴി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കൊടുത്തേക്ക് അതിജീവിത മൈനർ ആണോ എന്നുള്ള ഒറ്റ വിഷയം മാത്രമേ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുള്ളൂ. മൈനർ ആണെങ്കിൽ എഫ്ഐആർ എടുത്തേ കഴിയൂ. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ, പക്ഷേ എഫ്ഐആർ എടുത്തേ കഴിയൂ. മറ്റ് കേസുകളിൽ, മൈനർ അല്ലാത്ത കേസുകളിലാണ് ഞാൻ സൂചിപ്പിച്ചത് അവര് ആ മൊഴിയെ ഡിസോൺ. കാരണം നമുക്കറിയാം ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഫോറം ഒന്നുമല്ല. അത് ഒരു എൻക്വയറീസ് ആക്ട് അനുസരിച്ച് നിയമിക്കപ്പെട്ട ഒരു ബോഡിയുമല്ല. അതൊരു കുറെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ചൊരു കമ്മീഷൻ മാത്രമാണ്. ആ കമ്മീഷന് മുമ്പാകെ കൊടുത്ത മൊഴിയെ അവർക്ക് ഡിസോൺ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മേജർ ആയിട്ടുള്ള വിക്ടിംസിന്, അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള വിക്ടിംസ് അവരുടെ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ട്, ശരിയാണ് ഞാൻ കൊടുത്തത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ രാഹുൽ, ദാറ്റ് ഈസ് ദ പോയിന്റ്. അതായത് പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ 4.5 വർഷക്കാലം പരാതിക്കാരില്ല എന്ന പേര് പറഞ്ഞ് ഈ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാതിരുന്നത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി മറ്റൊരു രീതിയിൽ സർക്കാരിനോട് ചോദിച്ചത്. നിങ്ങൾ എങ്ങനെ ഇത്രയും കാലം ഈ റിപ്പോർട്ടിന് മേൽ അടയിരുന്നുവെന്ന്. രാഹുലും ഇപ്പോൾ ഇതിനകത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യമെന്നാണ്. അങ്ങനെയല്ല രാഹുൽ, ഇവിടെ തമ്പിസാറിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നിയമവിദഗ്ധൻ പറയുന്നു പോക്സോ കേസുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വെളിപ്പെടുത്തലോ കേട്ടറിവുകളോ ഉണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളിൽ പോലീസിന് കേസുമായി മുന്നോട്ട് പോകാൻ, നടപടിയെടുക്കാം, എഫ്ഐആർ ഇട്ട് മുന്നോട്ട് പോകാം എന്നാണ്.